ഹായ്, വെൽക്കം ടു എജുബിൾസ് ലേണിംഗ്. അങ്ങനെ നമ്മുടെ 2026 ഐക്കർ യു ജിയുടെ നോട്ടിഫിക്കേഷൻ വന്നു. എങ്ങനെയാണ് അപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം CUT എക്സാമിന് ഒരുപാട് ആളുകൾ ഐക്കർ ആഗ്രഹിച്ചില്ലേ, ICRൻ്റെ കീഴിൽ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് കോഴ്സുകളിലേക്ക്, ഇങ്ങനെയുള്ള കോഴ്സുകളിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഐക്കറിൻ്റെ കീഴിൽ ഒരുപാട് കോളേജസുകളുണ്ട്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്കറിയാം. അവിടേക്കൊക്കെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ് തുടങ്ങിയ പല കോഴ്സുകളിലേക്കും താല്പര്യപ്പെടുന്ന ആളുകൾക്ക് അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കുക. എങ്ങനെയാണ് അതിൻ്റെ ഡേറ്റ് വരുന്നത്, അഡ്മിഷൻ പ്രൊസീജിയേഴ്സിൽ എന്തൊക്കെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം കഴിഞ്ഞ പ്രാവശ്യമാണ് നല്ല മാർക്കുള്ള ആളുകൾക്ക് അഡ്മിഷൻ പ്രൊസീജിയറിൽ വന്നിട്ടുള്ള മിസ്റ്റേക്ക് കാരണം അഡ്മിഷൻ കിട്ടാതായി പോയിട്ടുണ്ട്. കാരണം നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇവൻ പ്രിഫറൻസ് ലിസ്റ്റ് പോലും അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രിഫറൻസ് ലിസ്റ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു, അപ്പോൾ പിന്നെ നമുക്കതിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ നമ്മുടെ റിസൾട്ട്, NTA റിസൾട്ട് ഡിക്ലെയർ ചെയ്തത് 23-ാം തീയതി കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് CUTയുടെ റിസൾട്ട് വന്നിട്ടുള്ളത്. എന്നാൽ നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 17-ാം തീയതിയായിരുന്നു, കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ കൗൺസിലിംഗ് പോർട്ടൽ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാം, സബ്ജക്റ്റ് കോമ്പിനേഷൻ സെലക്ഷൻ ആയിരിക്കും. ഓക്കെ, എന്തിനാണ് നമ്മൾ സബ്ജക്റ്റ് കോമ്പിനേഷൻ സെലക്ട് ചെയ്യുന്നത്? ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ സബ്ജക്റ്റ് കോമ്പിനേഷനൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഐക്കർ എന്ത് ചെയ്യും, ഇതിൻ്റെ റാങ്ക് പബ്ലിഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്നത് 17-ാം തീയതി മുതൽ 23-ാം തീയതി വരെയാണ്. നമുക്ക് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നാളെ 19-ാം തീയതി, 20-ാം തീയതി, 21, 22, 23-ന് ക്ലോസ് ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഡോക്യുമെൻ്റ് ഒക്കെ പെട്ടെന്ന് തന്നെ ശരിയാക്കണം. നേരത്തെ തന്നെ നമുക്ക് റിസൾട്ട് വന്നപ്പോൾ തന്നെ ഡോക്യുമെൻ്റ് ഒക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകളാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം ചിലതൊക്കെ ഇപ്പോൾ NCL പോലെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള NCLൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് വേണ്ടതാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ ഫോർ റാങ്ക് ജനറേഷൻ. അതായത് 24-ാം തീയതി മുതൽ 25-ാം തീയതി ആയിരിക്കും അതിൻ്റെ പ്രോസസ്സിംഗ് വരുന്നത്. 26-ാം തീയതി 11 മണി മുതൽ എന്തൊക്കെയാണ്, റാങ്ക് റിലീസ് ചെയ്യും. അതുപോലെ തന്നെ സീറ്റ് മാട്രിക്സ് നമുക്ക് ടോട്ടൽ ഓരോന്നിൽ എത്ര സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് നമ്മൾ CUTയുടെ റാങ്ക് വെച്ച് സബ്ജക്റ്റ് കോമ്പിനേഷനൊക്കെ കൊടുത്തിട്ട് ഒരു ICRൻ്റെ കീഴിലൊരു റാങ്ക് നമുക്ക് കിട്ടും. പിന്നീട് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് നമുക്ക് ചോയ്സ് ഫില്ലിംഗ് വരുന്നത്. ചോയ്സ് ഫില്ലിങ്ങിലാണ് നമ്മൾ കറക്റ്റ് കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ നമ്മൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലാണ് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോളേജസുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഓഫ് കൗൺസിലിംഗ് ഫീ ആൻഡ് അപ്ലോഡിങ് ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫീ അടച്ച് ആ രജിസ്ട്രേഷൻ കൗൺസിലിങ്ങിൽ രജിസ്ട്രേഷൻ നടത്തിയാൽ മാത്രമേ ഇതിന് ഒരുപാട് റൗണ്ടുകൾ വരുന്നത്. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട്, ഫോർത്ത് റൗണ്ട്, ലാസ്റ്റ് മോപ്പപ്പ് റൗണ്ട്, അതായത് ഫൈനൽ റൗണ്ട് വരെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ രജിസ്ട്രേഷൻ ഫീ കറക്റ്റ് അടച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനിയുള്ള ഓരോ ഘട്ടത്തിലേക്കും പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഫസ്റ്റ് ടൈമിൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമ്മൾ പെട്ടിട്ടില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, പതിയെ മറ്റുള്ള റൗണ്ടുകളിൽ നമുക്ക് സീറ്റ് അഡ്മിഷൻ നേടിയെടുക്കാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അതിന് വേണ്ടി കറക്റ്റ് നമ്മൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ ആദ്യത്തെ നമ്മുടെ ആ രജിസ്ട്രേഷൻ എൻഡ് ചെയ്യുന്നത് 28-ാം തീയതിയാണ് 11:50 PM വരെയാണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം 28-ാം തീയതി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് റൗണ്ട് വരും. അപ്പോൾ അതിൽ ഫസ്റ്റ് റൗണ്ട് വരുന്ന സമയത്ത് സീറ്റ് അലോട്ട്മെൻറ്റ് ഓൺലൈൻ റെസ്പോൺസ് ടു ക്വയറീസ് ബൈ യൂണിവേഴ്സിറ്റീസ്, അതായത് നമുക്ക് സീറ്റുകൾ ഏതൊക്കെ എവിടെയാണ് സീറ്റ് കിട്ടിയതെന്ന് വരും. പിന്നെ എന്ത് ചെയ്യും, ഓൺലൈൻ റെസ്പോൺസ് യൂണിവേഴ്സിറ്റിയുടെ എന്ത് ചെയ്യും, അവർ റെസ്പോൺസ് ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മളെ കണക്ട് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളോട് റീസബ്മിഷൻ ചെയ്യാൻ പറയും. ഡോക്യുമെൻ്റ് വീണ്ടും റീസബ്മിറ്റ് ചെയ്യാൻ പറയും. അതുപോലെ തന്നെ അവിടെയാണ് നമുക്ക്, അതായത് നമ്മൾ നേരത്തെ രജിസ്ട്രേഷൻ ഫീ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരു കോളേജിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചൂസ് ചെയ്യാൻ
ആഗ്രഹിക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, സീറ്റ് ആക്സെപ്റ്റൻസ് ഫീ കൊടുക്കണം. നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് റൗണ്ടിൽ സീറ്റ് ആക്സെപ്റ്റൻസ് ഫീ അടയ്ക്കണം. എന്നിട്ടോ ജനറേഷൻ ഓഫ് പ്രൊവിഷണൽ അഡ്മിഷൻ ലെറ്റർ. ഓക്കെ, ഇവിടെ ഈ ഒരു സമയം 31-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത് എൻഡ് ഓഫ് ഓൺലൈൻ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ബൈ ദ യൂണിവേഴ്സിറ്റീസ്. അതെന്ത് ചെയ്യും, യൂണിവേഴ്സിറ്റി എൻഡ് ചെയ്യുന്നത് 2-ാം തീയതിയാണ്. അപ്പോൾ 2-ാം തീയതി വരെ പല ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടത്തിയ ശേഷം പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഡോക്യുമെൻ്റ് റീസബ്മിഷൻ ചെയ്യാൻ പറയും. ആ സമയത്ത് അതിൻ്റെ ഡേറ്റ് വരുന്നത് 3-ാം തീയതിയാണ്. ഓക്കെ, 3-ാം തീയതി റീസബ്മിഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യും, പെട്ടെന്ന് തന്നെ അത് ചെയ്തിട്ട് റീസബ്മിറ്റ് ചെയ്യുക. അതിൻ്റെ ടൈം അവസാനിക്കുന്നത് 3-ാം തീയതിയാണ്. പിന്നെ റീസബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടത്തുന്നത് അത് 3-ാം തീയതി തന്നെയാണ്, 5 മണി വരെയാണ്. അത് കഴിഞ്ഞാൽ സീറ്റ് ആക്സെപ്റ്റൻസ് ഫീ ഡെപ്പോസിഷൻ എന്ത് ചെയ്യും, അത് എൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫീ അടയ്ക്കണം. ഇവിടെ നമുക്ക് ഉള്ള ഒരു ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഫീ അടച്ച ശേഷം നമുക്ക് അവിടെ ചൂസ് ചെയ്യാം, അതായത് അവിടെ ലോക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് പ്രിഫറൻസ് കൊടുത്തു. നമ്മൾ ആദ്യം ഒരു കോളേജ് സെലക്ട് ചെയ്തു, ഫസ്റ്റ് പ്രിഫറൻസ്. പിന്നെ മറ്റൊരു കോളേജ് സെലക്ട് ചെയ്തു, സെക്കൻഡ് പ്രിഫറൻസ്. പിന്നെ മറ്റൊരു കോളേജ്, അങ്ങനെ തേർഡ്, അങ്ങനെ പോകുമല്ലോ. അപ്പോൾ നമുക്ക് സെക്കൻഡ് പ്രിഫറൻസാണ് കിട്ടിയത്. നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, അപ്ഗ്രഡേഷന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളവിടെ ഫീ അടച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് അപ്ഗ്രഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. മറ്റത് നമ്മൾ അപ്ഗ്രഡേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഓൾറെഡി കിട്ടിയ സ്ഥലത്ത് നമ്മൾ ഫീ ഒക്കെ അടച്ചല്ല, അവിടെ അതായിരിക്കും നമുക്ക് ഉണ്ടാവുക. സോ സെക്കൻഡ് റൗണ്ടിലേക്ക് വരുമ്പോൾ അവിടെയും അതായത് ഫസ്റ്റ് റൗണ്ട് ഈ അപ്ഗ്രഡേഷൻ കൊടുത്തവരുണ്ടാവും. അങ്ങനെയൊക്കെ വരുന്ന ഇത് കഴിഞ്ഞു സെക്കൻഡ് വീണ്ടും അടുത്ത റൗണ്ട് വരും. ആ സമയത്ത് സീറ്റ് അലോട്ട്മെൻറ്റ് വരും. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ അപ്ഗ്രഡേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത റൗണ്ടിൽ ചിലപ്പോൾ നമുക്കത് മുകളിലേക്ക് എത്തും, നമ്മുടെ ഏറ്റവും ആദ്യത്തെ പ്രിഫറൻസുകളിലേക്ക് ഇങ്ങനെ പോകും. അപ്പോൾ അവിടെ അലോട്ട്മെൻറ്റ്, ഓൺലൈൻ റെസ്പോൺസ് ടു ക്വയറീസ് ബൈ യൂണിവേഴ്സിറ്റീസ്, അതുപോലെ റീസബ്മിഷൻ ഓഫ് ഡോക്യുമെൻ്റ്, അതുപോലെ ഡെപ്പോസിഷൻ ഓഫ് സീറ്റ് ആക്സെപ്റ്റൻസ് ഫീ ആൻഡ് ജനറേഷൻ ഓഫ് പ്രൊവിഷണൽ അഡ്മിഷൻ ലെറ്റർ. ഓക്കെ, ഇവിടെ കണ്ട ഇത് 6-ാം തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ നേരത്തെ ചിലപ്പോൾ ഫീ അടച്ചവരുണ്ടാവും, എന്നാൽ ചിലപ്പോൾ അടുത്ത സെക്കൻഡ് റൗണ്ടിൽ കിട്ടിയവരുണ്ടാവും. നമ്മൾ ഫസ്റ്റ് ഒരു രജിസ്ട്രേഷൻ ഫീ അടച്ചിട്ടാണല്ലോ, അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ കിട്ടിയവർ അവർ ഡെപ്പോസിഷൻ ഫീ അടയ്ക്കും. എന്നാൽ ചിലപ്പോൾ ചില ആളുകൾക്ക് സെക്കൻഡ് റൗണ്ടിലാണ് കിട്ടുക. അപ്പോൾ അവരെന്ത് ചെയ്യണം, അവിടെ ആക്സെപ്റ്റൻസ് ഫീ അടയ്ക്കണം. അപ്പോൾ അതിൽ എൻഡ് ഓഫ് ഓൺലൈൻ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടക്കുന്നത് 7-ാം തീയതി, അല്ലേ, 7-ാം തീയതിയാണ്, ഓഗസ്റ്റ് 7-ാം തീയതി വരെയാണ്. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ റീസബ്മിഷനൊക്കെ പറഞ്ഞാൽ, അല്ലേ, അവിടെ അതിൻ്റെ റീസബ്മിഷൻ വരുന്നത് 7-ാം തീയതി തന്നെയാണ്. അതിൻ്റെ ടൈം 5 മണിക്കാണ് കേട്ടോ. ഓക്കെ, പിന്നെ അവിടെ സീറ്റ് ആക്സെപ്റ്റൻസ് ഫീ ഡെപ്പോസിഷൻ്റെ അത് അവസാനിക്കുന്നത് 7-ാം തീയതി തന്നെയാണ്, രാത്രി 8 മണി വരെ. അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ വളരെ കുറഞ്ഞ സമയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 7-ാം തീയതി മറ്റുള്ള എല്ലാ കാര്യങ്ങളും നടക്കും. ഓക്കെ, കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചുകൂടി നേരത്തെയാണ് ഈ പ്രാവശ്യം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം ഒരുപാട് ലാഗിങ് വന്നു. ഇവർ CUT എഴുതിയ കുട്ടികൾ കാത്തിരുന്നു. കാരണം നിങ്ങളൊക്കെ പല കേരളത്തിലുള്ള പല കോളേജുകളിലും അഡ്മിഷൻ നോക്കുന്നുണ്ടാവും. അവിടെ കിട്ടിയില്ലെങ്കിൽ ഇവിടെ എടുക്കാം എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ഈ പ്രാവശ്യം നേരത്തെ ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറേ ലാഭമുണ്ട്. പിന്നെ തേർഡ് റൗണ്ട്, ഇതുപോലെ തന്നെ തേർഡ് റൗണ്ട് അത് 10-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. അതിലും വെരിഫിക്കേഷൻ അവസാനിക്കുന്നത് 11-ാം തീയതി 2 മണിക്കാണ്. എന്നാൽ റീസബ്മിഷൻ വന്നാൽ അത് 11-ാം തീയതി 5 മണിക്കുള്ളിൽ അവസാനിക്കും. പിന്നെ അവിടെ സീറ്റ് ആക്സെപ്റ്റൻസ് ഫീ അടയ്ക്കേണ്ടത് 8 മണിക്ക്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും കോഴ്സുകളൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കാരണം ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയില്ലെങ്കിൽ 2-ാമത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യണം. ലാസ്റ്റ് 4th റൗണ്ട് ഉണ്ടാവും. ഫോർത്ത് റൗണ്ടിലും ഇതേപോലെ അത് 14-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്, അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലേ. പിന്നെ 16-ാം തീയതി അതിൻ്റെ എൻഡാണ്, എന്ത്, ഓൺലൈൻ വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ്. 16-ാം തീയതി 5 മണി വരെ റീസബ്മിഷൻ ഉണ്ടാവും. 16-ാം തീയതി 6 മണി വരെയാണ് നമുക്ക് എന്താണ്, വിത്ഡ്രോവൽ, എൻഡ് അല്ലേ ഓഫ് വിത്ഡ്രോവൽ ഓഫ് അലോട്ടഡ് ഓർ അഡ്മിറ്റഡ്. ഇവിടെ ശ്രദ്ധിക്കാം, ഇതുവരെ നമ്മൾ സീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പണമൊക്കെ കൊടുത്തിട്ടുണ്ടാവും. കാരണം രജിസ്ട്രേഷൻ കഴിഞ്ഞു. പിന്നെ നമ്മളൊരു യൂണിവേഴ്സിറ്റിയോ കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഫീ കൊടുക്കുമല്ലോ. എന്നാൽ നമുക്ക് ഇനി അവിടെ താല്പര്യമില്ലെങ്കിൽ വിത്ഡ്രോവൽ
വിത്ഡ്രോ ചെയ്യാനുള്ള സമയമാണ്. അത് 4th റൗണ്ടിൽ 16-ാം തീയതിയാണ്. ഇതിന് ശേഷം നിങ്ങൾ ആ ഫീ എന്ത് ചെയ്തില്ല, വിത്ഡ്രോ ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടമാകും. രജിസ്ട്രേഷൻ ഫീ ഒരിക്കലും തിരിച്ചു കിട്ടൂല. പക്ഷേ ഈ ഫീ നിങ്ങൾക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മുടെ 4th റൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് വിത്ഡ്രോ ചെയ്യണം. പിന്നെ അതിൽ എൻഡ് ഓഫ് നെക്സ്റ്റ് 16-ാം തീയതി 8 മണി വരെയാണ് എന്ത് വരുന്നത്, ഈ സീറ്റ് ആക്സെപ്റ്റൻസ് ഫീ ഡെപ്പോസിഷൻ്റെ ലാസ്റ്റ് വരുന്നത്. ഇനിയാണ് ഇവിടെ നെക്സ്റ്റ് മോപ്പപ്പ് റൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ചെയ്തിട്ടും സീറ്റുകൾ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് മോപ്പപ്പ് റൗണ്ടിൽ എന്ത് ചെയ്യാം, കയറാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒക്കെ എന്നാണ് അത് 18-ാം തീയതിയിലെ 5 PM മുതലാണ് ഇതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ, അവിടെ സീറ്റുകൾ വാക്കൻറ്റ് എത്ര ഉണ്ട് നോക്കും. അതുപോലെ തന്നെ അപ്പോൾ അതുവരെ നമ്മൾ രജിസ്ട്രേഷൻ ഫീ കൊടുക്കാത്ത ആളുകൾക്കും കണ്ടോ കൗൺസിലിംഗ് ഫീ കൊടുത്തിട്ട് അതിലേക്ക് കയറാം, ഫ്രഷ് ചോയ്സ് ഫില്ലിംഗ് നടത്താം. അത് ആർക്കേ പറ്റൂ? ഇതുവരെ റൗണ്ടുകളിലൊന്നും രജിസ്ട്രേഷൻ നടത്താത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതുതായിട്ട് രജിസ്ട്രേഷൻ ഫീ ഒക്കെ കൊടുത്തിട്ട് അതിൽ കയറാൻ പറ്റും. പക്ഷേ നേരത്തെ നമ്മൾ കയറിയവർ ഓരോ സ്റ്റേജിൽ ഇങ്ങനെ കയറി പോവുകയാണ് ചെയ്യുക. അവർക്കിതിൽ ഇല്ല കേട്ടോ, അത് പുതിയ ആളുകൾക്കുള്ളതാണ് രജിസ്ട്രേഷൻ ഫീ ഒക്കെ കൊടുത്ത്. എന്നാൽ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾറെഡി രജിസ്ട്രേഷൻ ഫീ അടച്ച ആളുകൾക്ക് പിന്നെ ഒരു രജിസ്ട്രേഷൻ ഫീ അടയ്ക്കേണ്ട, അതിൽ തന്നെ കയറിയിട്ട് നമുക്ക് രജിസ്ട്രേഷൻ നടത്താൻ പറ്റും. സോ ഇത്രയും ഘട്ടങ്ങളാണ് വരുന്നത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് ഡോക്യുമെൻറ്റുകൾ കറക്റ്റ് ആക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഏജ് ലിമിറ്റ്, നിങ്ങളൊരു കോളേജ് കൊടുക്കുമ്പോൾ ഇന്ന് നിങ്ങളിപ്പോൾ ചോയ്സ് ഫില്ലിങ്ങിൻ്റെ സമയത്താണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ വിചാരിക്കും ആ സമയത്ത് നോക്കിയാൽ മതി, ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ കംപ്ലീറ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുക. ഏജ് കൂടിയാൽ, ഒരു ഉദാഹരണം പറഞ്ഞുതരാം. കഴിഞ്ഞ പ്രാവശ്യം ഏജ് ഇപ്പോൾ നമ്മൾ ഓരോ പ്രിഫറൻസ് കൊടുത്തു. തമിഴ്നാട് അല്ലേ, അവിടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തു, നല്ല മാർക്ക് ഉണ്ട്. അങ്ങനെ സെക്കൻഡ് പ്രിഫറൻസ് അതിൻ്റെ താഴെയുള്ള കൊടുത്തത്. പക്ഷെ ഫസ്റ്റ് റൗണ്ടിൽ വന്നപ്പോൾ തന്നെ അവനെന്ത് കിട്ടി, തമിഴ്നാട് തന്നെ കിട്ടി. ഓക്കെ, ഇനി അവിടെ എന്തോ ഇഷ്യൂ ഉണ്ടെങ്കിൽ അവൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പോകാൻ പറ്റുമല്ലോ. അപ്പോൾ തമിഴ്നാട് കിട്ടിയ സമയത്ത് അവിടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കൊടുത്ത സമയത്ത് അവിടെ ഏജ് ഓവർ കാരണം എലിജിബിൾ അല്ല. ഓക്കെ, ആ യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയില്ല. ഇനി നമ്മൾ പ്രിഫറൻസ്, അടുത്ത പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിന് തൊട്ടു ഫസ്റ്റ് പ്രിഫറൻസിലേക്ക് അങ്ങനെ പോവുക. ഫസ്റ്റ് പ്രിഫറൻസിൽ തന്നെ എലിജിബിലിറ്റി കിട്ടിയില്ലെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ച് നെക്സ്റ്റ് വേറെ എങ്ങോട്ടും പോകാൻ പറ്റില്ല, ഒരു സ്ഥലത്ത് നമുക്ക് അഡ്മിഷൻ കിട്ടുകയില്ല. ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ, അല്ലെങ്കിൽ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്. കാരണം നമ്മൾ ഏജ് ഓവർ ആകുന്നുണ്ടോ, അവിടെ നമുക്ക് അഡ്മിഷൻ കിട്ടുമോ എന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് നോക്കണം. എന്നിട്ട് മാത്രം ചോയ്സ് ഫില്ലിംഗ് ിലേക്ക് പോയാൽ മതി. അതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മിസ്റ്റേക്ക്, കാരണം ഈ പ്രോസസ്സുകൾ കറക്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ ലൂപ്പ് ഹോളുകളും ഉണ്ടാവും, അതുപോലെ ഇതിൽ നമുക്ക് ഊരാക്കുടുക്കുകളും ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഊരി വലിഞ്ഞു പോരാൻ സാധിക്കില്ല. സോ ശ്രദ്ധിച്ചു കൊടുക്കുക. നമ്മുടെ എന്ത് ഡൗട്ട്സുകളൊക്കെ കമൻ്റായിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ എജൂബ്സ് ലേണിങ്ങിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകൾ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് അതിലൊക്കെ ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അടുത്ത വർഷത്തേക്കുള്ള CUT എക്സാമിൻ്റെ ലോങ് ടൈം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകളൊക്കെ, റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും, അതുപോലെ പുതുതായി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. താഴെയുള്ള നമ്പറിൽ കണക്ട് ചെയ്യുക. താങ്ക് യു.